ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മളിന്ന് നന്ദൂട്ടിന് ഡ്രസ്സ് തയ്ക്കാനായിട്ട് വന്നതാട്ടോ തയ്യക്കടയിൽ. അപ്പം നമ്മളിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാട്ടോ. അപ്പോൾ മോൾക്ക് ഇപ്പോൾ പൊങ്കൽ സെലിബ്രേഷൻ ആയതുകൊണ്ട് പാവാട ഉടുപ്പും വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കലങ്കാരി ടൈപ്പാണെന്ന് തോന്നുന്നു, പട്ട് ലങ്കയുടെ പാവാട ഉടുപ്പും കേട്ടോ. അപ്പം ഞങ്ങൾ തയ്ക്കാൻ കൊടുത്തു, അളവൊക്കെ കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. നമുക്കിനി കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തയ്യക്കട. അത് കഴിഞ്ഞ് നമ്മൾ നല്ല തിരക്കാട്ടോ. ഇപ്പോൾ റോഡിലൊക്കെ ഭയങ്കര തണുപ്പ്, വണ്ടി ഓടിക്കാനേ പറ്റത്തില്ല. ആ അവസ്ഥയാണ്. വണ്ടി ഓടിക്കാനല്ല, നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, അമ്മാതിരി തണുപ്പാണ്. അപ്പം നമ്മൾ അടുത്തതായിട്ട് വന്നത് ഇതൊരു പലചരക്ക് കട കേട്ടോ. അപ്പം നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ ഓണത്തിനൊക്കെ അത്തച്ചട്ടി അങ്ങനത്തെ കാർഡൊക്കെ വയ്ക്കുമല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വലിയ പണ്ടൊക്കെ അല്ലെങ്കിൽ വലിയ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, ഓണം പോലത്തെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സംക്രാന്തിയാണ്, പൊങ്കലാണ്. അപ്പോൾ അവർ ഇതേപോലെ ഇയർലി വൺസ് നമ്മുടെ കൂടെ ഉള്ളൊരു ചേച്ചി കാർഡ് വയ്ക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സാധനം മേടിക്കാൻ വരണമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് വന്നയാ. നന്ദമോളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു റിസ്ക്കാണ്. ഇപ്പോൾ ഈ ഫേസ് വാഷ് എന്തൊക്കെയോ എടുത്ത്, അത് ആക്ച്വലി അത് ഫേസ് വാഷ് അല്ല, അത് ക്രീമാണെന്ന് വിചാരിച്ചെടുത്തത്, പക്ഷേ ഫേസ് വാഷായി. അപ്പം ഒരു സൈഡിൽ കൂടെ സാധനം പറക്കുന്നു, ഒരു സൈഡിൽ കൂടെ നന്ദ അവിടെ എല്ലാം നടന്ന് നോക്കുന്നുണ്ട്. എന്തൊക്കെ കിട്ടുമോ അതെല്ലാം പറക്കാൻ വേണ്ടിയിട്ട് നടന്ന് നോക്കുകയാണ്. അങ്ങനെ എന്നെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാവോ അങ്ങനെയൊക്കെ അവിടെ നിന്ന് ബുദ്ധിമുട്ടിച്ച്. അപ്പം ഞാൻ എപ്പോൾ കടയിൽ കൊണ്ടുപോയാലും ഞാൻ നന്ദയോട് പറയും, ഞാൻ ഇനി നന്ദമോളെ കൊണ്ടുപോകത്തില്ല, നീ കൊണ്ടുപോയി കഴിഞ്ഞാൽ നീ എല്ലാം കുളമാക്കും, നീ എല്ലാം മേടിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുവിധം നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു, ബില്ല് ചെയ്തു. പിന്നെ എന്നിട്ടും കുറച്ച് ബാലൻസ് പൈസ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ കുറച്ച് സാധനങ്ങളാണ് തരുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് അവർ ആ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ മാറ്റി നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാം. അങ്ങനെ നന്ദൂട്ടൻ അവിടെ നിന്ന് കറങ്ങുക കേട്ടോ. നന്ദയ്ക്ക് അവിടെ നിന്ന് ഇരിക്കുന്ന സ്നാക്സ് വേണം, നമ്മുടെ ഈ മുറുക്ക് അങ്ങനെയുള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ, അത് വേണം. അവസാനം ഐസ്ക്രീമിൻ്റെ സൈഡിലെത്തി കേട്ടോ, അതൊക്കെ പറക്കാനായിട്ട്. ആൾ ഡാൻസൊക്കെ കളിച്ച് തകർത്ത് പോയി പറക്കുക. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞതേ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വേണ്ടേ ഐസ്ക്രീം മേടിച്ചുകൊണ്ടാണ് വന്നത്. നല്ല അടിപൊളി തണുപ്പ്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ടെൻഷനുണ്ട്, ഞാൻ പിന്നെ ഞാൻ ഐസ്ക്രീമിൻ്റെ ആളാണ്. പക്ഷേ ഒരു ഐസ്ക്രീം മേടിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നന്ദൂട്ടിന് മാത്രമേ വാങ്ങിച്ചോളൂ. പിന്നെ ഇത് നമുക്ക് അതിൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ, ആ പാത്രം, ആ തൂക്കുപാത്രം. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം ബെയിൻവെറ്റിലുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് വെച്ച് തന്നിട്ടുണ്ട്. അപ്പം നന്ദൂട്ടനെ കൊണ്ടുപോയി എനിക്കൊരു 400 രൂപയുടെ പൈസ പോയി കിട്ടി. വേറെന്തെങ്കിലും അടുക്കളയിലൊക്കെ ഉള്ള സാധനങ്ങൾ മേടിക്കുന്നതിന് പകരം ബാക്കി ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. കുറേ സ്നാക്സ്, കുറേ ക്രീം, കുറേ പൗഡറ്, മുഖത്തിടുന്ന പൗഡറിൻ്റെ സ്പോഞ്ച്, ഐസ്ക്രീം, എന്തൊക്കെയോ മേടിച്ച്. അപ്പം ഇനിയിപ്പോൾ അതെല്ലാം ഇളക്കി പുറത്തിടാതെ ഒരു സമാധാനം വരത്തില്ല. അപ്പം നമ്മൾ പലചരക്ക് സാധനങ്ങളാണ് കൂടുതൽ മേടിക്കാനല്ലേ പ്രിഫർ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ കൂടുതലായിട്ടും പലചരക്ക് സാധനങ്ങളെ മേടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ സോപ്പ് ഐറ്റംസ് അതൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ്, ഇത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേളിൽ ഇടുന്ന ചോക്ലേറ്റാണ്. ഇതൊക്കെ എവിടെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്നെന്ന് എനിക്കറിയത്തില്ല. അവിടെ ചെന്നപ്പോൾ മിൽക്ക് മെയ്ഡ് വേണം, ഫ്രഷ് ക്രീം വേണം, എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ ഐസ്ക്രീം പിടിക്കാൻ തന്നു കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ അകത്ത് നോക്കിക്കൊണ്ടിരുന്ന സമയത്തിന് പകുതി ഐസ്ക്രീം ഞാനങ്ങ് കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഫുള്ള് നമ്മളൊക്കെ കുറേശ്ശെ കഴിക്കുന്ന നന്ദിട്ടൊരു ഒറ്റ കപ്പിന് കഴിക്കും. അതുകൊണ്ട് ഇപ്പം അതെടുത്ത് അതിൻ്റെ മേളിൽ ഇട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നന്ദിട്ട് നല്ലതായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അവൾ റീൽസിലൊക്കെ കണ്ടും ഒക്കെ ഒരുവിധം, പക്ഷേ ഉണ്ടാക്കുന്ന സാധനത്തിനൊക്കെ ടേസ്റ്റാണ്. പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, നമ്മളിങ്ങനെ കൊടുക്കണം. പക്ഷേ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. ഉണ്ടാക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. മിച്ചറൊക്കെ നമുക്കിവിടെ സാധാ മിച്ചർ കിട്ടും കേട്ടോ. നമ്മുടെ കപ്പലണ്ടി ഒന്നും ഇടാത്ത വേറൊരു ടൈപ്പ് കടലമാവിൻ്റെ വേറൊരു ടൈപ്പ് മിച്ചർ ഇവിടെ കിട്ടും. അതൊക്കെ വെച്ചിട്ട് നല്ല മൂരി മിച്ചറോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കും. അപ്പം സത്യം പറഞ്ഞാൽ ഇവള് ഞങ്ങളുടെ അമ്മയാട്ടോ. ചില സമയത്ത് സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തോള്. അപ്പം ഇതെല്ലാം ഇളക്കി പുറത്തിടാതെ അവൾക്കൊരു സമാധാനമേ ഇല്ല. അവളുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പറക്കാതെ അവൾക്ക് പറ്റത്തില്ല.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഹോളിഡേയ്സാണ് 10 ദിവസം. മാക്സിമം ഞങ്ങൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. വീട്ടിൽ തന്നെ ആയിരിക്കും, നാട്ടിലോട്ട് വരണമെന്ന് വിചാരിച്ച് ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ അതിൻ്റെ ഒരു ഉടക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ് നന്ദൂട്ടനായിട്ട്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്